മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ആദിലയും നൂറയും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ ചർച്ചാ വിഷയം വേറൊന്നുമല്ല, ഷാനവാസ് തന്നെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഷാനവാസിനെ തീരെ പിടിക്കുന്നില്ല, പ്രത്യേകിച്ച് ആദിലയ്ക്ക്. ഷാനവാസിന്റെ പെരുമാറ്റവും സംസാരവും ഒന്നും ആദിലയ്ക്ക് ഇപ്പോൾ ഇഷ്ടമല്ല. ആദില നൂറയോട് പറയുന്നത് ഷാനവാസ് എല്ലാം പേഴ്സണലായി എടുക്കും. ഓരോ സമയത്തും ഓരോ നേരത്തും ഓരോ ബിഹേവിയറാണ്. അങ്ങനെ കാണിക്കുന്ന ആളോട് കോപ്പറേറ്റ് ചെയ്തു പോകാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇവിടെ പോയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പോകുന്നത്. അയാൾ എപ്പോഴും വെള്ള പൂശുക. ഇയാൾക്ക് എന്താണ്? ഇയാൾക്ക് ഇയാളുടെ കാര്യം മാത്രം അന്വേഷിച്ചാൽ പോരെ? ഇയാൾക്ക് ഇയാൾ പറയുന്ന സമയത്ത് കൂടെയുള്ളവരും അഭിനയിക്കണം. ഇയാൾക്ക് അഭിനയിക്കണമെങ്കിൽ ഇയാൾക്ക് അഭിനയിച്ചാൽ പോരെ? ഗ്രൂപ്പായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. ഇയാൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞത് അക്ബറിന് സ്പേസ് കൊടുക്കരുത്, അക്ബറിൻ്റെ അടുത്ത് നിന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണമെന്നൊക്കെ. അതായത് ആദില പറയുന്നത് ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന ആ ഒരു ടാസ്കിനെ കുറിച്ചാണ്. എന്നിട്ട് ഇയാൾ എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയാവോ? നൂറ് എന്തിനാണ് അവിടെ പോയി ഇരിക്കുന്നത്? അനുമോളോട് പറഞ്ഞില്ലേ? അനുമോൾ എന്താ അക്ബറിനോട് പോയി സംസാരിക്കുന്നത്? അനുവിനെയും നൂറേയും ഇങ്ങോട്ട് വിളിക്ക്. ഇതിനെല്ലാം ശേഷം ഇയാൾ എന്നോട് എന്താ പറയുന്നതെന്ന് അറിയാമോ? പഴയതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് വൈരാഗ്യ ബുദ്ധി നമ്മുടെ ഉള്ളിലേക്ക് കുത്തിവെക്കും. അത് ഷാനവാസിന്റെ ഗെയിം. പക്ഷേ അതിൽ വീണു പോയത് നമ്മളാ. ആദില ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഷാനവാസ് അക്ബറിനെതിരെ ആദിലയും നൂറയും ഉപയോഗിച്ചു എന്നാണ്. പല കാര്യങ്ങളും ഷാനവാസ് ഇതുപോലെ ആദിലയ്ക്കും നൂറയ്ക്കും കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അക്ബറിനോട് ഇവർക്കൊരു വിരോധമുണ്ടായിരുന്നു. അത് പല വീക്കെൻഡ് എപ്പിസോഡിലും നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ആദിലയ്ക്ക് ഇപ്പോഴാണ് അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായതും ഒരു കുറ്റബോധവും. അപ്പോൾ നൂറ ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലായിരുന്നോ? ഉടനെ ആദില പറയുന്നത് പാടില്ല, അങ്ങനെ ഒരാളെയും നമ്മൾ ഒറ്റപ്പെടുത്താൻ പാടില്ല. ഒറ്റപ്പെടലിൻ്റെ വേദന അറിഞ്ഞവരല്ലേ നമ്മൾ. ഇങ്ങനെ ആദിലയ്ക്ക് ഒരു മാനസാന്തരം ഉണ്ടാവാനും തെറ്റാണ് ചെയ്തു പോയതെന്ന് തോന്നാനും കാരണം ഇന്ന് അക്ബറിൻ്റെ അടുത്ത് മാപ്പ് പറയാൻ ചെന്നിരുന്നു. ആ സമയത്ത് അക്ബർ പൊട്ടിക്കരഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ആദില അക്ബറിന്റെ സൈഡിൽ നിന്നും ചിന്തിക്കാൻ തുടങ്ങിയതും ഷാനവാസിന്റെ വാക്ക് കേട്ട് അക്ബറിനെ ഒറ്റപ്പെടുത്തിയല്ലോ എന്ന് തോന്നിയതും. അക്ബറും ആ കാര്യം ഇന്ന് തുറന്ന ആദിലയോട് പറഞ്ഞു, പല തവണയും ഞാൻ നിങ്ങളോട് മിണ്ടാൻ വരുമ്പോൾ നിങ്ങൾ മറുപടി മാത്രം പറഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, അതൊക്കെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് എന്ന്. എന്നിട്ട് ആദില നൂറയോട് പറയുന്നുണ്ട്, അക്ബറിക്ക ഗെയിമിനെ ഗെയിമായിട്ടാണ് എടുക്കുന്നത്, പേഴ്സണലായിട്ട് എടുക്കാറേ ഇല്ല. അത് അയാളുടെ ക്വാളിറ്റി. പക്ഷെ ആ ഒരു ക്വാളിറ്റി എനിക്കില്ല. ഞാൻ പല കാര്യങ്ങളും ഈവൻ ഗെയിം പോലും പേഴ്സണലായി എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഷാനവാസും ഗെയിമിനെ ഗെയിമായിട്ടല്ല എടുക്കുന്നത്. അയാൾക്ക് വൈരാഗ്യ ബുദ്ധിയാണ്. നമ്മളിനി അതിന് നിന്നു കൊടുക്കാൻ പാടില്ല. എന്തായാലും ആദിലയും നൂറയും ഇപ്പോൾ ഷാനവാസിനെതിരെയും തിരിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.